കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ്. അവിടെ ഇവന്റെ കൂടെയോ സബ് കളക്ടറുടെ കൂടെയാ വൈകുന്നേരം പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളുകൂടി കേസ് കണക്കിനായിരുന്നു ബ്രാൻഡി. ഇവിടെ ഒരു മഹതി ഇപ്പം പ്രസംഗിച്ചു മുഖ്യമന്ത്രിക്കെതിരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരെ. ആ മഹതിക്ക് അവർക്ക് അവര് ഒരു വിധവയായി പോയി, അവരുടേതായ വിധി. അതിന് ഞങ്ങളാരും ഉത്തരവാദികളല്ല. സർ നമസ്കാരം. നമസ്കാരം. ഇന്നലെയൊക്കെ നമ്മുടെ മാധ്യമങ്ങളിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനമാണ്. ഈ പത്രസമ്മേളനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര വലിയ ഉന്നതനായാലും സ്ത്രീകൾക്കെതിരെ അശ്ലീലകരങ്ങളായ അധിക്ഷേപകരങ്ങളായിട്ടുള്ള പരാമർശം ഉന്നയിച്ചാൽ മുഖം നോക്കാതെ നടപടിയെടുക്കും. അതിൻ്റെ ഭാഗമായാണ് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ്. കോടതി പിന്നീട് ജാമ്യം കൊടുക്കാതെ ജയിലിലടച്ചു. പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്, ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടാണ് ജാമ്യം കിട്ടുന്നത്. അതിനുശേഷം ജാമ്യത്തിൽ അദ്ദേഹം പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം വരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ത്രീ സൗഹാർദ്ദപരമായ ഒരു സർക്കാരാണോ നമ്മുടെ? സ്ത്രീകളുടെ ആവശ്യങ്ങൾ ഒരു പരാതി കിട്ടിയാൽ ഉടനെ തന്നെ മുഖ്യമന്ത്രി ഹണി റോസിൻ്റെ പരാതിയിൽ നടപടിയെടുത്ത പോലെ എല്ലാ സ്ത്രീകളുടെയും പരാതിയിൽ നടപടിയെടുക്കുന്നതായി സാറിന് തോന്നിയിട്ടുണ്ടോ? സാറിൻ്റെ അനുഭവം എന്താണ്? ഞാൻ ആദ്യം ഒന്ന് ചെറിച്ചോട്ടെ. ആ ചെറിയിലുണ്ട് യഥാർത്ഥ വസ്തുതകൾ. കാരണം അദ്ദേഹം പറഞ്ഞ വീഡിയോ ഒന്ന് കേട്ടു നോക്കും. ഇത് നേരത്തെ മെസ്സേജ് ഉള്ളതല്ലേ കേരളത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വരുമ്പോൾ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഭാഗമായി അതിന് നേതൃത്വം കൊടുത്തയാൾ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള സ്ഥാനമോ പണത്തിൻ്റെ വലുപ്പമോ സ്ഥാനത്തിൻ്റെ പ്രത്യേകതയോ ഒന്നും പരിഗണിക്കില്ല, ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് നേരത്തെ തന്നെ ഒരു സന്ദേശമായി കേരളത്തിന് മുന്നിലുള്ളതാണ്. അത് തന്നെ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും അത് തന്നെയാണ് തുറന്നു പോവുക. Rahul Gandhi in Delhi today stated that they're fighting the BJP, the RSS and the Indian state. And how do you, as a part of the India alliance, do you endorse this view that they're fighting? Please repeat the question. Rahul Gandhi has stated they're fighting the BJP, RSS and the Indian state. As a part of the India alliance, do you endorse this view? ഈ താരതമ്യപ്പെടുന്നുണ്ടോ ഈ ഒരു വ്യൂ ആയിട്ട്? ഇത് അങ്ങനെ തന്നെയാണോ പറഞ്ഞത് എന്നുള്ളത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അത് വ്യക്തത കൂടുതൽ വരുത്തേണ്ട ഒരു കാര്യമാണ്. ഗോപൻ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവാദം നിൽക്കുകയാണല്ലോ. സമീപകാലത്തൊന്നും കേൾക്കാത്ത രീതിയിലാണ് അങ്ങനെ ഒരു വിഭാഗം ഹൈന്ദവ തീവ്രവാദികൾ ലൈനിലുള്ളവർ വരുന്നു, അതിനെ മറ്റൊരു മുസ്ലിം തീവ്രത ലൈനിലുള്ളവർ മുതലെടുക്കാൻ ശ്രമിക്കുന്നു, അതൊരു തർക്കത്തിലേക്ക് പോകുന്നു, അത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഭരണകൂടത്തിനും പോലീസിനും മാറേണ്ടി വരുന്നു. എന്താണ് CM-നെതിരെ സ്റ്റാൻഡ്? വലിയ ചർച്ചയൊന്നും ചോദിക്കാം. അല്ല, അതിൽ സമൂഹത്തിന് മുന്നിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇപ്പോൾ കോടതിയിലും അത് എത്തിയിട്ടുണ്ട്. കോടതിയും നിലപാടിലേക്ക് എത്തിയെന്നാണ് തോന്നുന്നത്. അത് അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ. അത് വ്യക്തമായി അതിന് മറുപടി നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇപ്പോൾ ഉള്ള പ്രശ്നമല്ല, നേരത്തെയുള്ള പ്രശ്നമാണ്. നേരത്തെ തന്നെ അതിനുമായിട്ട് വ്യക്തത വരുത്തിയതാണ്. ഇപ്പോൾ വീണ്ടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലുള്ള അഴിമതിയുടെ പ്രശ്നവും അതിനകത്തില്ല. കേട്ടല്ലോ, വീഡിയോയിൽ എന്താ പറയുന്നത്? ഈ ഗവൺമെന്റ് മുഖമുദ്രയാണെന്നാ പറയുന്നത്. എന്നാലേ അദ്ദേഹത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ആളാരാ? നമ്മുടെ പി ശശിയാണ്, പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്ന് പറഞ്ഞ ആരാ? 1999 എന്നെ കള്ളക്കേസിൽ കുടുക്കി അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി ജയിലിൽ ഗുണ്ടകളെ കയറ്റിയിട്ട് കൊല്ലാൻ കൊണ്ടുപോയ ആളാ. അതേ രാത്രി കേരളത്തിലെ അർദ്ധരാത്രി ഇരുട്ടിൻ്റെ മറവിൽ, അടിയന്തരാവസ്ഥയെ പോലും നടക്കാത്ത കാര്യം, ക്രൈമിൻ്റെ ഓഫീസിൽ കയറി ഈ പി ശശിയുടെ സെക്സ് വീഡിയോ കടത്തിക്കൊണ്ടുപോയുള്ളതാണ്. അതേപോലെ ശോഭന ജോർജിൻ്റെ വീഡിയോ കടത്തിക്കൊണ്ടുപോയുള്ളതാണ്. എവിടുത്തെ വീഡിയോ അറിയോ? മുഖ്യമന്ത്രിയായ EK നായനാരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് വിതുര പെൺവാണിഭ്യത്തിൽ അദ്ദേഹത്തിൻ്റെ മകനെ കേസിൽപ്പെടുത്തി. എന്നിട്ട് മുഖ്യമന്ത്രിയെ മൂലയ്ക്കിരുത്തി, EK നായനാരെ മൂലയ്ക്കിരുത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരണം കയ്യിലെടുത്ത് അമ്മാനമാടി. അവിടെ ഈ പറയുന്ന ശശി വനിതാ പോലീസ് ഓഫീസർമാരുമായിട്ടും വനിതാ CPM ലീഡേഴ്സുമായിട്ടൊക്കെ സെക്ഷലി ഏർപ്പെടുന്നതിൻ്റെ വീഡിയോ ആണ് എൻ്റെ കൈവശം. അത് എടുത്തുകൊണ്ടിട്ടുള്ളതാണ്.
ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കോടതി രേഖയിലും ഞാൻ അത് തിരിച്ചു കിട്ടാൻ വേണ്ടി DGPക്കും പരാതി കൊടുത്തുള്ള ആളാണ്. അതിലെനിക്ക് 3 ലക്ഷം രൂപ നഷ്ടപരിഹാരം കോഴിക്കോട് കോടതി വിധിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല പി ശശി ഇപ്പോൾ പ്രതിയാണ്. ഇനി പോട്ടെ, കണ്ണൂരിലെ ഏറ്റവും മുതിർന്ന CPM നേതാവായ CKP പത്മനാഭൻ്റെ മകളെ കണ്ണൂരിലെ CPMൻ്റെ ഓഫീസിൽ വെച്ച് കയറി പിടിച്ച ആളാണ് പി ശശി. ഇതേപോലെ ഹോസ്ദുർഗിൽ അവിടെ പിന്നീട് അന്വേഷണമൊക്കെ ഉണ്ടായിരുന്നല്ലേ. അതേപോലെ ഹോസ്ദുർഗിൽ DYFI നേതാവിൻ്റെ ഭാര്യയുമായിട്ട് അവിടെ ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നതിന് ഒരു അന്വേഷണം പാർട്ടി പ്രഖ്യാപിച്ചു. നമ്മളെ വിജയരാഘവനും അതേപോലെ വൈക്കം വിശ്വനായിരുന്നു അത് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തു. ഇദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കി, പാർട്ടിനെ പുറത്താക്കി. ആ പുറത്താക്കിയ ആൾ എങ്ങനെയാണ് തിരിച്ചു വന്ന് അറിയാമോ? അദ്ദേഹത്തിനെതിരെ ഞാൻ ക്രിമിനൽ കേസ് കൊടുത്തു. കണ്ണൂരിലും പോലീസിന് പരാതി കൊടുത്ത ശേഷം എടുക്കാത്തതുകൊണ്ട് കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിലും അതേപോലെ ഹോസ്റ്റൽ മജിസ്ട്രേറ്റ് കോടതിയിലും കേസ് കൊടുത്തു. അതിൽ ഈ 2 പേര് വിജയരാഘവനും അതേപോലെ മറ്റേ വൈക്കം വിശ്വനും സാക്ഷിയാണ്. പിന്നെ പിണറായി വിജയൻ, പിന്നെ VS അച്യുതാനന്ദൻ, പ്രകാശ് കാരാട്ട് ഇവരെ സാക്ഷിയാക്കി. ഇവരെന്ത് ചെയ്യും? ഞാൻ വിചാരിച്ചത് തെളിവായിട്ട് അവരെ കയ്യിലല്ലേ ഈ റിപ്പോർട്ട് കൊണ്ടുവരാൻ അയച്ചു. പക്ഷെ അവർ ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങി. എന്തൊരു സ്നേഹമാണെന്നൊക്കെയാട്ടെ. സ്റ്റേ വാങ്ങി കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കുകയും കൃത്യമായി മൊഴി കൊടുക്കുകയും ആ പെൺകുട്ടികൾ ആരാന്ന് കണ്ടെത്തി അവർക്ക് നോട്ടീസ് അയക്കുകയും അതേപോലെ അവരെയും കൂടി വിളിച്ചു നിർത്തി മൊഴിയും കൂടി എടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ പി ശശി ജയിലിലാണ് ശിക്ഷിക്കപ്പെട്ടത്. ആ പി ശശി ഇവിടെ തെളിവില്ലാത്തതിൻ്റെ പേര്, തെളിവുകളൊന്നും എത്താത്തതിൻ്റെ പേരിൽ ഇത് നിരപരാധിയാണെന്ന് അല്ല കേസ് തള്ളി. എന്താ? തെളിവില്ലാത്തതുകൊണ്ടല്ല, തെളിവുകൾ ഹാജരാക്കാത്തതുകൊണ്ട്. അങ്ങനെ അദ്ദേഹത്തെ തിരിച്ചെടുത്തു. അല്ല, അവിടെ ഇപ്പോൾ ബോധപൂർവം പ്രകാശ് കാരാട്ടും VS അച്യുതാനന്ദനും ഒക്കെ പാർട്ടിക്ക് വേണ്ടിയിട്ട് പി ശശിക്ക് വേണ്ടി പിന്തുണച്ചെന്നുള്ളതാണ്. അതെ ഇപ്പം അല്ലാതെ അവർ വന്ന് മൊഴി കൊടുക്കില്ലേ? അങ്ങനെ ആ കേസ് തെളിവ് ഹാജരാക്കാത്തോണ്ട് തള്ളിയപ്പോൾ അവരെന്താ പാർട്ടി പറഞ്ഞറിയോ? പി ശശിക്ക് കുറ്റവിമുക്തനാക്കി, അതുകൊണ്ട് അയാളെ പാർട്ടി തിരിച്ചെടുക്കുന്നതാണ്. അങ്ങനെ പാർട്ടി തിരിച്ചെടുത്തിട്ട് എന്താണെന്ന് പിണറായി വിജയൻ അറിയാലോ. അദ്ദേഹം പാർട്ടിയിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. ഈ പറയുന്ന റിപ്പോർട്ട് CBI അന്വേഷണ റിപ്പോർട്ടിലുള്ള കാര്യത്തിൽ ഇത്ര തൻ്റെയുള്ള ആളാണെങ്കിൽ, യാതൊരു മുഖം നോക്കാതെ നട്ടെല്ലോട് കൂടി തീരുമാനം ആളാണെങ്കിൽ പി ശശിയെ അറസ്റ്റ് ചെയ്യട്ടെ. അവിടെ തന്നെ ഉണ്ടല്ലോ, പോലീസ് അവിടെ വിളിച്ചു വരുത്തി പിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി എന്ന് പറയാനുള്ള നട്ടെല്ലുണ്ടോ പിണറായിക്ക്? അതോടൊപ്പം തന്നെ നിയമസഭയിൽ എം എം മണി നമ്മുടെ പെമ്പിളെ ഒരുമയെ കുറിച്ച് മുമ്പ് പ്രസംഗിച്ചത് എല്ലാവരും കേട്ടോ. അവിടെ കാട്ടിൽ പോയിട്ട് അവര് മറ്റേ പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതിന് അയാൾ തൂക്കണ്ടപ്പം ഇപ്പോഴും ഉണ്ടല്ലോ കേസ് നിലനിൽക്കുന്നതല്ലേ, ആ സംഭാഷണം നിൽക്കുന്നതല്ലേ? ആ സംഭാഷണം ഒന്ന് കേട്ടു വെക്കാൻ പറ്റും. അവിടെ ഇവന്റെ കൂടെയോ സബ് കളക്ടറുടെ കൂടെയാ വൈകുന്നേരം. പണ്ട് സുരേഷ് കുമാർ വന്നിട്ട് കള്ളുകൂടി കേസ് കണക്കിനായിരുന്നു ബ്രാൻഡി. എവിടെ? പൂച്ച, പഴയ നമ്മുടെ പൂച്ച ഗവൺമെന്റ് ഹൗസിൽ, ഗസ്റ്റ് ഹൗസിൽ കുടിയും സകല പണിയുണ്ടായിരുന്നു. പെമ്പിളെ ഒരുമ നടന്നു. അന്നും കുടിയും സകല വൃത്തികളും നടന്നിട്ടുണ്ട് അവിടെ. മനസ്സിലായില്ലേ? ആ വനത്തിൽ ആ അടുത്തുള്ള കാട്ടിലായിരുന്നു പണി എന്ന്. പെമ്പിള എന്ന് പറയുന്ന സ്ത്രീകളെ ഇത്രയും പച്ചയ്ക്ക് തെറി പറയുന്ന ഒരു നേതാവ് കേരളത്തിലുണ്ടോ? അതുപോലെ നമ്മുടെ KK രമയുടെ വിധവയായി പോയി വിധിയാണെന്ന് പറഞ്ഞ് അപഹസിക്കുന്ന ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആ സംഭവ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം. ഇവിടെ ഒരു മഹതി ഇപ്പം പ്രസംഗിച്ചു മുഖ്യമന്ത്രിക്കെതിരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരെ. ഞാൻ പറയാം, ആ മഹതിക്ക് അവർക്ക് അവർ ഒരു വിധവയായിപ്പോയി, അവരുടേതായ വിധി. അതിന് ഞങ്ങളാരും ഉത്തരവാദികളല്ല. കണ്ടില്ലേ? അതൊരു MLA-ക്കെതിരെയാണ്. നിയമസഭയിൽ വെച്ചിട്ട് അപ്പം പിടിച്ച് തൂക്കണ്ടേ പിണറായി? ഇത്ര തൻ്റെ ഉള്ള ഈ മുഖം നോക്കാതെ പ്രതികളെ അകത്താക്കുന്ന പിണറായി എന്തുകൊണ്ടാണ് അകത്താക്കാതിരുന്നത്? എന്തിന്? നമ്മുടെ മുകേഷ്, സരിത പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ മുകേഷിനെ കുറിച്ചിട്ട്? എന്തേ കേസെടുക്കാഞ്ഞ്? എന്താണ് കേസെടുക്കാഞ്ഞ്? അതിൻ്റെ അർത്ഥം എന്താണ്? പിണറായി വിജയൻ എന്ന് പറയുന്ന മാഫിയ തലവൻ ഈ പെൺവേട്ടക്കാരോടൊപ്പമാണ്. ഇതുപോലെ ബോച്ചെ എന്ന് പറയുന്ന ഒരാളെന്താ അതിന് പിന്നിലൊക്കെ ഒരു ചരിത്രമുണ്ട്. അതായത് ബോച്ചെ എന്ന് പറയുന്ന ഒരാൾക്ക് വലിയ ബിസിനസ് സാമ്രാജ്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ അദ്ദേഹം റിയാസ് വഴി കമ്മീഷൻ ഉറപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് നടക്കാത്തത് കൊണ്ട് അയാളെ പിടിക്കാൻ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഹണി റോസിന് കിട്ടുന്നത്.
ഹണി റോസിന്റെ പ്രശ്നം എന്താ യഥാർത്ഥത്തിൽ? അവിടെ 4 മാസം മുമ്പ് 5 മാസം മുമ്പ് അവിടെ നടന്ന കാര്യത്തിൽ നമ്മൾ വീഡിയോ പുറത്തുവിട്ടാണ്. 20 ലക്ഷത്തോളം ആളുകൾ കണ്ട വീഡിയോ ആണ്. ആ വീഡിയോയിൽ കൃത്യമായിട്ട് ഒരു തരത്തിൽ അയാൾ ഏതെങ്കിലും മോശമായി പെരുമാറുന്നത് നമ്മൾ കാണുന്നില്ല. ഏതെങ്കിലും ഒരു കേസ് എടുക്കാനുള്ള ഒരു തുമ്പ് പോലെ അതിനകത്തില്ല. പക്ഷെ മുമ്പ് പലതും അയാൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വസ്തുവില്ല. എന്നിട്ട് ഹണി റോസിന്റെ ഒരു പരാതിയിൽ FIR ഇവരുടെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദപ്രകാരം എടുത്തു പിണറായി വിജയന്റെ. എന്നിട്ട് അയാൾ ഓട്ടിച്ചു പിടിച്ചു കൊണ്ടുവന്നു. 24 മണിക്കൂറിനകം ഓടിച്ചു പിടിച്ചു കൊണ്ടുവന്നു. ഇതേപോലെ പി ശശിയെ പിടിക്കാൻ തയ്യാറുണ്ടോ അയാൾ? ഇതാണ് എന്റെ ചോദ്യം. മുഖം നോക്കാതെ എത്ര ഉന്നതനായാലും നടപടിയെടുക്കും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അതാണ് മുഖമുദ്ര. ഈ ഗവൺമെന്റിന്റെ മുഖമുദ്ര. ഇത് ഇപ്പുറത്തെ പെൺവേട്ടക്കാരനെ പെണ്ണുപിടിയനെ ഇരുത്തിയിട്ടാണ് പിണറായി പറയുന്നത്. നാണമില്ലല്ലോ ഈ മനുഷ്യന്. ഇത് രാഷ്ട്രീയമായിട്ടുള്ളൊരു ഇരട്ടത്താപ്പാണ്. രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു വിഷയം തന്നെയായിരുന്നു ഈ ബോച്ചെ ചെമ്മണ്ണൂരിന്റെ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും കോടതി പറഞ്ഞു നോക്കണ്ട. കോടതി ചില പരാമർശങ്ങൾ പറഞ്ഞ അയാള് കോടതിന് വിചാരണയല്ലല്ലോ ഇത്. കോടതി പ്രഥമ ദൃഷ്ടിയാ കിട്ടിയ വിവരങ്ങളൊക്കെ ഒരു പെണ്ണിന്റെ ഭാഗത്തല്ലേ നിൽക്കുക. പിന്നെ ഇതിലിപ്പോൾ ബോച്ചെ സംബന്ധിച്ചിടത്തോളം ബോബി ചെമ്മണ്ണൂർ അവിടെ ഈ ജ്വല്ലറി ഉദ്ഘാടന വേളയിൽ ഹണി റോസിന്റെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിക്കുന്ന ഒരു സംഭവത്തിലാണ് ഇപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. അത് ഒരു സ്ത്രീയെ പറഞ്ഞത് മാലയിടിച്ചു കൊടുത്തിട്ടും ഫ്രണ്ടിന്റെ ഭംഗി മാത്രമല്ല, മുൻവശത്തിൻ്റെ ഭംഗി മാത്രമല്ല, പുറകുവശത്തിൻ്റെ ഭംഗി കൂടി കാണുന്നു. ഒരു മാലയുടെ ചരടിന് എന്താണ് ഭംഗിയുള്ളത്? അപ്പോൾ അത് സ്ത്രീയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവഹേളിക്കുന്നതിന് തുല്യമായി തന്നെ ഒരു കാഴ്ചപ്പാട്ടോട് കോടതി അതിനെ വിലയിരുത്തിയേക്കുന്നത്. അത്തരത്തിൽ പൊതുവേദിയിൽ അത് ബോച്ചയും അത് പറഞ്ഞിട്ടുണ്ട് തെറ്റുപറ്റി എന്നുള്ളത്. പൊതുവേദിയിൽ വിളിച്ചു വരുത്തിയിട്ട് ഒരു സ്ത്രീയോട് അങ്ങനെ അപമാനകരമായ രീതിയിൽ അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മുടെ നിയമാനുശാസിക്കൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ബോച്ചയെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷേ സാറ് പറഞ്ഞതുപോലെ അതിൻ്റെ പേരിൽ, ഇങ്ങനെയൊരു കാര്യത്തിൻ്റെ പേരിൽ ജയിലിലടയ്ക്കാൻ വേണ്ടിയുള്ള ഒരു കുറ്റകൃത്യമല്ല എന്നുള്ളതാണ് ഇപ്പോൾ തിരിച്ച് ഞാനൊരു മറുപടി പറയാം. അവർ സിനിമയിൽ ഹോട്ട് സെക്സ് ആയിട്ടുള്ള രംഗങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ആ ഹോട്ട് സെക്സ് എന്ന് പറഞ്ഞാൽ ഇറുകിയിട്ട് അവർ അതിൻ്റെ ഒരു മൂർധന്യയിലെത്തുന്ന സീൽക്കാരങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് സിനിമയിലുള്ളത്. അത് അഭിനയിച്ചുള്ള ഒരാൾ ഇദ്ദേഹം എന്തിനാ കൊണ്ടുവന്നത്? അല്ല സാറേ, അത് രണ്ടും അല്ല, ഞാൻ പറയട്ടെ, സിനിമയിൽ അഭിനയിക്കുന്ന സ്ക്രിപ്റ്റിനനുസരിച്ച് അഭിനയിക്കാന്നുള്ളതാണ്. ഇവിടെ ഇയാൾ എന്തിനാ കൊണ്ടുവരുന്നത്? അയാളെ ഈ പറയുന്ന ജ്വല്ലറിയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അതിന് ഡാൻസും അതേപോലെ ഇത്തരം രംഗങ്ങളൊക്കെ കാണിച്ച് അതിന് പറ്റുന്ന ആളെ കൊണ്ടുവന്ന് അയാൾ അവരുടെ സമ്മതത്തോടു കൂടി നടത്തുന്ന ഒരു കാര്യമാണ്. അപ്പം അദ്ദേഹം ആദ്യം ചോദിക്കുന്നുണ്ട്, കഴുത്തിൽ മാലിടുന്നതിന് മുമ്പ് അതേ ഞാൻ പെർമിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് അതിന് ശേഷമാണ് ചെയ്യുന്നത്. 2 കൈ ചുറ്റുമ്പോഴും ഡാൻസ് ചെയ്യുമ്പോഴും ഒക്കെ തന്നെ ആ പൊട്ടിച്ചെറിച്ചുകൊണ്ടാണ് ആര് നിൽക്കുന്നത്? ഈ പറയുന്ന ഹണി റോസ് നിൽക്കുന്നത്. 3ാമത് കുന്തി ദേവിയായി അഭിനയിച്ച മഹാഭാരതം സിനിമയിലെ കഥാപാത്രത്തെ സീരിയൽ പോലെ നടിയെ പോലെ ആ നടിയെ പോലെ നിങ്ങളെ കാണാൻ ഭംഗിയുണ്ടെന്നാ പറഞ്ഞത്. അതേപോലെ ഉണ്ടെന്നാ പറഞ്ഞത്. സാർ, അത് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ബോബി ചെമ്മണ്ണൂർ ഉദ്ദേശിക്കുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ പൊതുജനസമക്ഷത്തിൽ പൊതുജനം എന്ത് പറയുന്നു എന്നുള്ളതല്ല, ഞാൻ കേസിനെ പറ്റി പറയുമ്പോൾ ദ്വയാർത്ഥ പ്രയോഗത്തിന്റെ അയാൾ ദയാർത്ഥ പ്രയോഗം നടത്താത്ത ആളല്ല. പക്ഷെ ഇവിടെ അയാൾ അങ്ങനെ ഒരു ദയാർത്ഥ പ്രയോഗം നടത്തിയിട്ടുള്ള സംഭവം ഈ വീഡിയോയിൽ ഇല്ല. ഈ ആലക്കോട് നടന്ന ഫംഗ്ഷൻ ഇല്ല എന്നുള്ളതാണ് ഞാൻ അതിൻ്റെ അകത്ത് കണ്ടിട്ടുള്ള കാര്യം. അയാൾ നടത്തിയിട്ടുണ്ടെന്ന് പറയാനുള്ള തൻ്റെ ഇടമുള്ള ആൾക്കാരാണ് നമ്മൾ. പക്ഷെ ഈ കേസിൽ അങ്ങനെ ഇല്ല. പിന്നെ ഇവൾക്ക് 4 മാസം കഴിഞ്ഞിട്ടാണോ ഹണി റോസിന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള സിദ്ദീഖിന്റെ കേസിൽ പറഞ്ഞ എന്താ, 8 വർഷം മുമ്പ് ബലാത്സംഗം നടന്നിട്ട്, ബലാത്സംഗമാണ്, ക്രൂരമായ ബലാത്സംഗമാണ്, ഇപ്പോഴാണോ പെണ്ണിന് ബോധം ഉണ്ടായതെന്നാണ് ചോദിച്ചത്. അങ്ങനെയാണ് ജാമ്യം കിട്ടിയത്. ഇവിടെ 4 മാസം കഴിഞ്ഞ് ശ്വേതാ മേനോൻ അടുത്ത തൃപ്പയാറിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും ഇദ്ദേഹം ഈ പറയുന്ന ഇയാളോട് ബോച്ചേനോട് ഐ ലവ് യു എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം പറയുകയും അവർ തമ്മിൽ ഭയങ്കര അടുത്ത ബന്ധമുണ്ടാകുന്ന തോന്നുകളുണ്ടായും അതൊരു പെൺബുദ്ധിയുടെ പ്രതികാരത്തിന്റെ അവരുമായി ഇതുവരെ വിചാരിച്ച് 20 വർഷമായി അടുത്ത ബന്ധമാണെന്ന് ആര് പറയുന്നത്? അല്ല, ബോച്ചയുടെ ആര് പറയുന്നത്? ഹണി റോസ് പറയുന്നത്. അത് കണ്ടിട്ടുണ്ടോ വീഡിയോ? 20 വർഷമായി ഞങ്ങൾ വളരെ അടുത്ത ബന്ധമാണ് ഈ പറയുന്ന ബോച്ചയായിട്ടെന്ന് പറഞ്ഞിട്ടുള്ള അവർക്ക് ആ 20 വർഷത്തെ ഒരു ബന്ധം വെച്ചിട്ട് ഇവര് ശ്വേതാ മേനോൻ വന്ന് ഐ ലവ് യു എന്നൊക്കെ പറയുന്ന ആ ഭാഗം കണ്ടോളൂ. സാർ, ഒരാളൊരു ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക രീതിയിലുള്ള അർത്ഥം മാത്രം കൽപ്പിക്കുന്നത് ഇതേപോലെ അർത്ഥം കൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അവിടെയും അർത്ഥം കൽപ്പിക്കാമല്ലോ. അപ്പോൾ പ്രതികാരമുണ്ട്. തന്നെ കടന്ന് വേറൊരാളോട് കയറി വരുമ്പോൾ അയാളെ നശിപ്പിക്കുന്ന ഒരു പ്രതികാരമുണ്ട്. അതാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് ഞാൻ വിലയിരുത്തിയിട്ടുള്ളത്. അല്ലാതെ വേറൊരു മണ്ണാങ്കട്ടി അങ്ങനെ വരുമ്പോൾ അങ്ങനെ വന്ന അവരെ
ഇപ്പുറത്തുനിന്ന് പിണറായി വിജയനെ ഒതുക്കി പൈസ അടിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ്. കാരണം ഇത് നമുക്കറിയാം, കരിമണൽ കർത്തേനെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് അതിൽ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കാണുന്നു എന്നല്ല, കോടാനുകോടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതേപോലെ ഇദ്ദേഹത്തിന് കോടിക്കണക്കിന് റുപ്യൻ്റെ സ്വത്തുണ്ട്. അതിൽ കണ്ണ് വെച്ചിട്ടാണ് ഈ അതിന് തയ്യാറാവാത്ത സമയത്താണ് ഈ കേസ് ഇട്ടിട്ട് പിടിക്കാന്നുള്ള സംഭവം നടത്തിയിരിക്കുന്നത്. അതാണ്. അപ്പം അങ്ങനെയുള്ള പിണറായി വിജയൻ്റെ ചോദ്യം, പി ശശി എന്താണ് പിടിക്കാത്തത്? എന്തായാലും ഇത് വളരെ പ്രസ്താവികമായിട്ടുള്ള പ്രസക്തമായിട്ടുള്ളൊരു മറുപടി തന്നെയാണ്. തീർച്ചയായും പിണറായി വിജയനെ പോലുള്ള ഭരണാധികാരികൾ ഇത് കേൾക്കട്ടെ, അതിന് ഉചിതമായ നടപടികൾ എടുക്കട്ടെ എന്നൊക്കെ പ്രത്യാശിക്കാം. നമസ്കാരം. നന്ദി, നമസ്കാരം.